ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചാണ്. പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നടപ്പിലാക്കി വരുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് പ്രവാസി ക്ഷേമനിധി. അപ്പോൾ ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ ID കാർഡ് കരസ്ഥമാക്കാമെന്നും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുമുള്ളതാണ് ഇന്നത്തെ വീഡിയോ. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഏതൊരു പ്രവാസിക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ അംഗത്വ ഫീസ് 200 രൂപയാണ്. പ്രതിമാസം അംശാദായം 350 രൂപ വെച്ച് നമ്മൾ പ്രതിമാസം 5 വർഷം വരെ തുടർച്ചയായി അടയ്ക്കേണ്ടതുണ്ട്. പ്രവാസികൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തുടർച്ചയായി 2 വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചു വന്നവർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 3500 രൂപ മുതൽ ഏകദേശം 7000 രൂപ വരെ പെൻഷൻ ലഭിക്കാവുന്ന ഒരു ക്ഷേമനിധി പദ്ധതിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇതിലെ അംഗത്വം എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അത് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മളുടെ ഡിവൈസിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് പ്രവാസി ക്ഷേമനിധി എന്ന് ടൈപ്പ് ചെയ്യണം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരുന്ന ഇതിൽ സെർച്ച് ബട്ടണിൽ പ്രവാസി ക്ഷേമനിധി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗിൻ എന്നുള്ള ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാം ന്യൂ രജിസ്ട്രേഷൻ, ആദ്യമായി അംഗത്വം എടുക്കുന്നവർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ ഒരു ടേം ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിൽ അടിയിലേക്ക് വന്നാൽ ഒരു എഗ്രി ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട്. അതിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പർ വെച്ചും ഇമെയിൽ ID വെച്ചും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പറും ഒരു ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പറിലും ഒരു ക്യാപ്ചർ കോഡ്, അതിൽ കാണുന്ന ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് പോകുന്നത്. അവിടെ 8 അക്ക പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ അടങ്ങിയ 8 അക്ക നമ്പറാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൺഫേം പാസ്വേഡ് അടിച്ച് പിന്നെ തുടർച്ചയായി വരുന്ന പേജ് ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പാസ്പോർട്ടിൽ ഉള്ള രൂപത്തിൽ പേരും ടൈപ്പ് ചെയ്ത് തെറ്റാതെ അടിക്കണം. ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പോപ്പപ്പ് വരും. ആർ യു ഷുവർ ടു കണ്ടിന്യൂ എന്നുള്ള അതിൽ OK കൊടുക്കുക. അതിൽ OK കൊടുത്താൽ നെക്സ്റ്റ് ഒരു പോപ്പപ്പ് കൂടി വരും. ആൻഡ് SMS വിത്ത് ലോഗിൻ വിത്ത് ഡീറ്റെയിൽസ് ബീൻ സെൻഡ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള അതും OK കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെ ലോഗിൻ എന്നുള്ള അതിൽ പ്രസ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ ലോഗിൻ എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും. അങ്ങനെ തുടർന്ന് വരുന്ന പേജിൽ ലോഗിൻ ചെയ്യാൻ അവിടെ മൊബൈൽ നമ്പർ വെച്ച്
ഇമെയിൽ ID വെച്ചും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡും അടിച്ച് ആ അടിയിൽ കാണുന്ന ക്യാപ്ചർ കോഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് വരും. നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പേജിലേക്ക് വരും. അവിടെ നമ്മൾ ഏത് കാറ്റഗറിയാണ്, അതായത് അബ്രോഡാണോ അതർ സ്റ്റേറ്റ് ആണോ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പാസ്പോർട്ട് ആണ് അവിടെ കാണിക്കുന്നത്. പാസ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അതിൻ്റെ അടിയിൽ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. പിന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. 1 MB കൂടാൻ പാടില്ല. ഒരു ഫയലും 1 MB കൂടാൻ പാടുള്ളതല്ല. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും നെക്സ്റ്റ് ചോദിക്കുന്നത് പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജും അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ID, ആധാർ കാർഡോ വോട്ടർ ID നമുക്ക് ചോദിക്കും. അത് ആധാർ കാർഡോ ഏതുള്ളത് സെലക്ട് ചെയ്ത് അതിൻ്റെ ID നമ്പർ കൊടുത്ത് അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. തുടർന്ന് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നീട് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതിൽ നമ്മളുടെ പാസ്പോർട്ടിൽ ഉള്ള അതേ രൂപത്തിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നോർക്ക ID കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ID നമ്പർ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ വരുന്ന പേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, നമ്മളുടെ ഇമെയിൽ ID ഓൾറെഡി വന്നിട്ടുണ്ടാവും. ആധാർ നമ്പറും ഓൾറെഡി വന്നിട്ടുണ്ടാവും. പേര് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്ലോഡ് ആധാർ പ്രൂഫ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ അഡ്രസ്സ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് പാസ്പോർട്ടിലുള്ള രൂപത്തിൽ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. പെർമനൻ്റ് അഡ്രസ്സ്. അത് കഴിഞ്ഞ് അടിയിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. സെയിം ആണെങ്കിൽ കോളത്തിൽ ടിക്ക് ചെയ്ത് പിൻകോഡ് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ രേഖയിലുള്ള രൂപത്തിൽ ശ്രദ്ധിച്ച് തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. അപ്പോൾ അത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തും. അവിടെ നമ്മുടെ അബ്രോഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഏത് കൺട്രിയാണ്, എന്താണ് ജോലി, പിന്നെ ചോദിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, പിന്നെ വിസ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും, വിസ ഡേറ്റ്, പിന്നെ വിസ ഇഷ്യൂഡ് കൺട്രി, അഡ്രസ് ഫോർ ഒറിജിൻ കൺട്രി. നമ്മൾ വിദേശത്തെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. അത് കൊടുത്ത് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തെറ്റാതെ ചെയ്തു കൊടുക്കുക. തെറ്റാതെ നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നോമിനിയെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് എത്തും. നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ നോമിനിയുടെ നെയിം, റിലേഷന്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, എത്ര ശതമാനം എന്നുള്ളത് ഒക്കെ ടൈപ്പ് ചെയ്യുക. രണ്ട് നോമിനിയെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 50-50 ആക്കി ടൈപ്പ് ചെയ്യുക. അതിനെ സേവ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതുവരെ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ ഡാറ്റകളും നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാം ചെക്ക് ചെയ്ത് വല്ല തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് തിരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി നോക്കി നമ്മൾ ഓക്കെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഐ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന പേജിൽ ഇതുവരെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകളെല്ലാം ഓക്കെ ആണെങ്കിൽ 100% എന്ന് കാണിക്കും. അങ്ങനെ 100% കാണിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ
മൊത്തത്തിൽ സേവ് എന്നുള്ള ബട്ടൺ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ ഒരു പോപ്പപ്പ് വരും. അതിൽ ഓക്കെ എന്ന് കൊടുക്കുക. അതിൽ ഓക്കെ എന്ന് കൊടുത്താൽ പിന്നെ നമുക്ക് വരുന്നത് പേയ്മെൻറ്റ് പേജിലേക്കാണ്. അതിൽ ഒരു ബാങ്കിൻ്റെ നെയിം കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്താൽ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകും. അതിൽ കാണിക്കുന്നത് നമ്മളെ കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ UPI വെച്ചിട്ടാണ്, ഗൂഗിൾ പേ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. QR കോഡ് വെച്ചിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ സക്സസ്ഫുൾ എന്നുള്ള ഒരു ഇത് കാണിക്കും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകരുത്. പിന്നീട് നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ എടുക്കാനും ID എടുക്കാനൊക്കെ ID നമ്പറിന് വേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.